പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ശക്തിയേറിയ ഗൗരവമുള്ള 3 ഇസ്മുകളാണ്. ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ഈ 3 ഇസ്മുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഫലം കാണും. നിങ്ങളെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാകുമെന്നുള്ളതാണ്. ഏതാണ് ആ 3 ഇസ്മുകൾ? എപ്പോഴാണ് ചൊല്ലേണ്ടത്? എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്? ആ ഇസ്മുകളുടെ അർത്ഥം എന്താണ്? വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 4 പ്രവാചകന്മാര് മരിക്കാതെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഭൂമിയിൽ 2 പ്രവാചകന്മാരും ആകാശത്ത് 2 പ്രവാചകന്മാരുമാണ്. ആകാശത്തുള്ള 2 പ്രവാചകന്മാരുടെ പേരെന്താണ്? അറിയുന്നവര് കമന്റിൽ എഴുതി വിടുക. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് അള്ളാഹുവിൻ്റെ 99 പേരുകൾ എന്ന് പറയുന്നത്, അഥവാ നാം പറയുന്ന അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് 99 പേരുകൾ മാത്രമല്ല, അള്ളാഹുവിന് 3000-ലേറെ പേരുകളുണ്ട് എന്ന് മഹത്തുക്കള് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് നാം പറയുന്ന ആ 99 പേരുകൾ. അതിന് ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട് എന്ന് ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന നമ്മൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹ്സ്വാഹാ ദഖലൽ ജന്ന. അസ്മാഉൽ ഹുസ്ന ഒരാൾ കാണാതെ പഠിച്ചു, അത് ജീവിതത്തിൽ പകർത്തിയാൽ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നമ്മളെ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയാം. ആർക്കൊക്കെയാണ് അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയുക എന്നുള്ളത് ഒന്ന് കമന്റിൽ എഴുതി വിടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുമ്പോൾ സാധുവായ എന്നെയും എൻ്റെ കുടുംബത്തിനെയും നമ്മളെ മജ്ലിസ് കാണുന്നവരെയും നമ്മളെ ഉസ്താദുമാരെയും ബന്ധപ്പെട്ടവരെയും മുഅ്മിനീങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അസ്മാഉൽ ഹുസ്നയുടെ 1ാമത്തെ ശ്രേഷ്ഠത, അത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ദഖലൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് 3 ഇസ്മുകൾ നമ്മൾ അവസാനം പറയും. എല്ലാവരും അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അല്ലാഹുവിന് മഹത്തായ പേരുകളുണ്ട്. അല്ലാഹുവിന് മഹത്തായ പേരുകളുണ്ട്. അത് നമ്മൾക്ക് മുത്തുനബി പഠിപ്പിച്ചു തന്നു. ഫദ്ഉ ബിഹാ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. എന്നാൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്. നിങ്ങൾ നോക്കാണീ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കാതെ, അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരിക്കലും നമ്മൾക്ക് സമാധാനം ലഭിക്കൂല, സന്തോഷം ലഭിക്കൂല, ആനന്ദം ലഭിക്കൂല. അള്ളാഹുവിന്റെ ഈ 99 പേരുകൾ നമ്മൾ പറയുമ്പോഴും 99 പ്രാവശ്യം അള്ളാഹുവിനെ ഓർക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്വത്തിനെ നമ്മൾ ഓർക്കുകയാണ്. അതിലൂടെ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. മാത്രമല്ല, നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും മാറും, സന്തോഷവും സമാധാനവും നമ്മൾക്ക് ലഭിക്കുകയാണ്. ഷിഫാഉൽ ഖുലൂബ്, നമ്മളെ ഖൽബിന്റെ രോഗത്തിനുള്ള മരുന്നാണത്രേ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. നല്ല മനസ്സോടെ, ഒരാളോടും വെറുപ്പില്ലാതെ, അഹങ്കാരമില്ലാതെ ജീവിക്കാൻ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി. മഹാന്മാര് പറയുന്നുണ്ട്, മന്ദാബമാല അസ്മാഇല്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന നിത്യമായി ചൊല്ലി, അങ്ങനെ നിത്യമായി ചൊല്ലുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്.
അങ്ങനെ എല്ലാവരും എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ റുസിക ബി ഹുസ്നിൽ ഖാത്തിമ, നല്ല രൂപത്തിൽ അവനിക്ക് മരിക്കാൻ കഴിയുന്ന പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എത്ര മഹത്വങ്ങളാണ് അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ. അള്ളാഹുവെ, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചൊല്ലിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ഖുദ്ദൂസ്, പരിശുദ്ധവാനായ അല്ലാഹ്. അള്ളാഹുവിന് ഒരു ന്യൂനതയുമില്ല, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇതാണ് ഈ ഇസ്മിന്റെ അർത്ഥം, പരിശുദ്ധവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ ഇസ്മാണ് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കേണ്ടത്. മഹാന്മാര് പറയുന്നുണ്ട്, മന്ദാവമ അലാ ദിക്രിഹി, ഒരാൾ യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന ഇസ്മ എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ത്വഹറല്ലാഹു ഖൽബഹു, അവന്റെ കൽബിനെ അള്ളാഹു നന്നാക്കി കൊടുക്കും, അവന്റെ കൽബിനെ അള്ളാഹു ശുദ്ധിയാക്കി കൊടുക്കും. പിന്നെ ഒരാളോട് അസൂയ ഉണ്ടാവൂല, ഒരാളോടും വെറുപ്പുണ്ടാവൂല, കുശുപ്പുണ്ടാവൂല, കുറ്റുണ്ടാവൂല. മക്കളോടൊക്കെ ചെല്ലാൻ പറയണം, എല്ലാവരും ചെല്ലണം. ആ വീട്ടിൽ വലിയ ഐക്യവും സമാധാനവും ഉണ്ടാകും. അപ്പൊ കൽബിന്റെ രോഗത്തിനുള്ള മരുന്നാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. ഭയത്തിൽ നിന്നുള്ള മോചനം വേണോ? ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഭയമാണ് ഉസ്താദെ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയം, വീട്ടിൽ കയറിയാൽ ഭയം. അങ്ങനെ ആ ഭയത്തിൽ നിന്നുള്ള മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന ഇസ്മു പതിവാക്കുക. മാത്രമല്ല, എല്ലാവരും പറയാറുണ്ട്, ഉസ്താദെ എന്നോട് എല്ലാവർക്കും വെറുപ്പാണ്, കുടുംബക്കാർക്ക് വെറുപ്പാണ്, ഭർത്താവിന് വെറുപ്പാണ്, ഭാര്യയ്ക്ക് വെറുപ്പാണ്, മക്കളോട് വെറുപ്പാണ്, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സങ്കടം പറയാറുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും നിന്നോട് മഹബ്ബത്തുണ്ടാകും, സ്നേഹം ഉണ്ടാകും, നിന്നെ ആരും വെറുക്കൂല. ചൊല്ലിക്കോ യാ ഖുദ്ദൂസ് യാ അല്ലാഹ്. ഭർത്താവ് വെറുക്കൂല, ഭാര്യ വെറുക്കൂല, മക്കൾ വെറുക്കൂല, കുടുംബക്കാർ വെറുക്കൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശാരീരികമായ നല്ല സുഖം, റാഹത്ത് നമ്മൾക്ക് ലഭിക്കാൻ യാ ഖുദ്ദൂസ് യാ അല്ലാഹ് ചെല്ലാം. എല്ലാ ദിവസവും 1000 തവണ 40 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും മുടങ്ങാതെ യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമെന്ന് വലിയ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. അള്ളാഹുവെ, യാ ഖുദ്ദൂസ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകണേ അല്ലാഹ്. ഇനി നമ്മൾ രണ്ടാമത് ഇതിന്റെ കൂടെ ചൊല്ലേണ്ട ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാഹ്. യാ ഫത്താഹു യാ അല്ലാഹ്, വിജയം നൽകുന്നവനായ അല്ലാഹ്, തീർപ്പ് കൽപ്പിക്കുന്നവനായ അല്ലാഹ്. എല്ലാ വിജയവും അള്ളാഹു ആണ് നമ്മൾക്ക് നൽകുന്നത്. ഖൈറിന്റെ കവാടങ്ങൾ നമ്മൾക്ക് തുറന്നു നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഇത് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം. മഹാന്മാര് പറയുന്നുണ്ട്, തടസ്സങ്ങൾ നീങ്ങാൻ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ പതിവാക്കിയാൽ മതി. പലരും പറയാറുണ്ട്, വീട് പണി തുടങ്ങിയിട്ട് ഇപ്പോഴും അത് ശരിയാകുന്നില്ല ഉസ്താദെ, എല്ലാത്തിലും തടസ്സങ്ങളാണ്, ഭാഗ്യദോഷമാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ആ ഭാഗ്യദോഷം മാറാൻ, തടസ്സങ്ങൾ നീങ്ങാൻ, ദോഷങ്ങൾ നീങ്ങാനൊക്കെ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ എല്ലാ ദിവസവും ചൊല്ലുക. കച്ചവടത്തിലും ജോലിയിലൊക്കെ വലിയ വിജയം ലഭിക്കാൻ, പരീക്ഷകളിലൊക്കെ വലിയ വിജയം ലഭിക്കാൻ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. മനസ്സിന്റെ ഭാരം നീങ്ങാൻ, മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും ടെൻഷനുകളൊക്കെ മാറാൻ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് ചൊല്ലുക. 489 പ്രാവശ്യം, 489 പ്രാവശ്യം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ഇസ്മ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോ, 489 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഇസ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരാൾ നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ ഫലം കാണുമെന്നുള്ളതാണ്. പല മഹാന്മാരും 71 പ്രാവശ്യം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഈ ഇസ്മ ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം. പല ഖൈറിന്റെ കവാടങ്ങളും നന്മയുടെ കവാടങ്ങളും അള്ളാഹു നമ്മളിലേക്ക് തുറന്നു നൽകുമെന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഈ ഇസ്മിന്റെ കൂടെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ഗൗരവമുള്ള വളരെയേറെ ശക്തിയുള്ള ഇസ്മാണ് യാ സലാമു യാ അല്ലാഹ്. രക്ഷകനായ അള്ളാഹുവേ, അള്ളാഹുവിന്റെ രക്ഷയല്ലാതെ ലോകത്ത് ഒരൊറ്റ രക്ഷയുമില്ല.
അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുന്നവൻ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണ് യാ സലാം, യാ സലാം. ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ നിത്യവാക്കണം. മൻ ഖറഅ അലാ മരീലിൻ, ഒരു രോഗിയുടെ മേൽ ആരെങ്കിലും യാ സലാം യാ അല്ലാഹ് എന്ന് മന്ത്രിച്ചൂതിയാൽ ശഫാഉല്ലാഹു ബിഇദ്നിഹി, അള്ളാഹുവിന്റെ ഇതിന് കൊണ്ട് രോഗം ശിഫയാവുകയാണ്. ഒരു രോഗിയുടെ അടുക്കൽ പോയിട്ട് നമ്മൾക്ക് എത്രയാണോ കഴിയുക, ഒരു 3 പ്രാവശ്യം 11 പ്രാവശ്യം 33 പ്രാവശ്യമൊക്കെ നമ്മൾ യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് രോഗിക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞു ഊതി കൊടുത്താൽ ആ രോഗം അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ശിഫയാകുമെന്ന് ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 131 പ്രാവശ്യം എന്തെങ്കിലും പ്രയാസം മാറാൻ വേണ്ടി ഒരാൾ നേർച്ചയാക്കി ചൊല്ലി. ഇനി നേർച്ചയാക്കാതെ ചൊല്ലിയാലും ആ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരം കാണിച്ചു നൽകും. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കടം, അതിനിത് ഈ ഇസ്മു നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം. ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഇസ്മു ഉപയോഗപ്പെടുത്താം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്നവർക്ക് ഇത് ഉപയോഗപ്പെടുത്താം. അതിന്റെ അർത്ഥം യാ സലാമി യാ അല്ലാഹ്, യാ സലാമി യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കണമെന്നല്ല. ഈ ഇസ്മു ചൊല്ലി നമ്മൾ കാരണവുമായി ബന്ധപ്പെടണം. ഈ ഇസ്മു ചൊല്ലി ജോലിയിലേക്ക് പോയാൽ വലിയ ബറക്കത്ത് അല്ലാഹു നൽകും. കടം വീട്ടാനുള്ള വഴി അള്ളാഹു തുറന്നു നൽകുമെന്നാണ്. അല്ലാതെ ഞാൻ ദിക്ർ ചൊല്ലിക്കണു, ഉസ്താദ് പറഞ്ഞിക്കണു ദിക്ർ അല്ലാന്ന് പറഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല. ഒരാൾ എനിക്ക് സ്വാലിഹായ മക്കളെ നൽകണേ റബ്ബേ എന്ന് നല്ല ദുആ ചെയ്തു, ഹജ്ജിന് പോയിട്ട് ദുആ ചെയ്തു, കഅബയുടെ ഖില്ല പിടിച്ച് ദുആ ചെയ്തു. ഭാര്യയുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ അവനക്ക് സ്വാലിഹായ കുട്ടിയെ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ കാരണവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുകയുള്ളൂ. എനിക്ക് ഹജ്ജിന് പോകണമല്ല, ഹജ്ജിന് പോകണമല്ല എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ദുആ ചെയ്തു, അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഹജ്ജിന് പോകും? അപ്പൊ നമ്മൾ ഹജ്ജിന് പോകാൻ ദുആ ചെയ്യുകയും അതിന് പോകേണ്ട എല്ലാ യാത്രയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുകയും വേണം. ഈ രൂപത്തിൽ നമ്മൾ ഇസ്മുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാതെ ഞാൻ യാ സലാം യാ അല്ലാഹ് എന്ന് ചൊല്ലിക്കണു, ഇനി ബാങ്കിലെ ലോൺ അള്ളാഹു വീട്ടും പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പറ്റൂല, എന്റെ മക്കളുടെ കല്യാണം അള്ളാഹു നടത്തും പറഞ്ഞിട്ട് വീട്ടിലിരിക്കാൻ പറ്റൂല. നമ്മൾ അതുമായി പരിശ്രമിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. ഏതേത് ശത്രുക്കളിൽ നിന്നും നമ്മൾക്ക് വലിയ കാവല് ലഭിക്കുമെന്നുള്ളതാണ്. അപകടങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. വല്ലാത്ത അപകടങ്ങൾ പിടിച്ച ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അധികരിച്ച ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ യാ സലാമു യാ അല്ലാഹ് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കാവല് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.